നമ്മുടെ സെബക്കുട്ടി എത്തുന്നു. വെൽക്കം സെബ മൂൺ ഓൺ സ്റ്റേജ്. സെബ 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 ഏയ് സെബ 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 മൂൺ. ഹലോ. ഹലോ ഹായ് ഹായ് നൈസ് ഡ്രസ്, അതെ, നൈസ് ഹെയർ സ്റ്റൈൽ, താങ്ക് യു നൈസ് കമൽ. താങ്ക് യു നൈസ് ഷൂസ്, നൈസ് സോങ് ആണോ നോക്കട്ടെ. അതെ ഏതാ? അമ്മ നിന്നെ താമരക്കുമ്പിളി ഡീറ്റെയിൽസ് പാടിയത് ചിത്രാമ്മ, ആ. മ്യൂസിക് MG സാർ, ഉം. ലിറിക്സ് രാജീവ് സാർ, ഉം. സിനിമ ഫാദേഴ്സ് ഡേ, വർഷം 2012. ചിത്രയുടെ മോളുടെ വിയോഗത്തിന് ശേഷം ചിത്ര ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടാണിത്. ചിത്രയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തു. അന്ന് ഞാൻ ഈ പടം മ്യൂസിക് ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടുന്ന് ഞാൻ മദ്രാസിൽ അയച്ചു കൊടുത്ത് പാടിയ പാട്ടാണ്. അങ്ങോട്ട് അയച്ചു കൊടുത്തു. പക്ഷെ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഇതുപോലെ എനിക്കിത് ഈ പാട്ട് പാടാൻ ഭയങ്കര പ്രയാസം തോന്നി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് അയച്ചു തന്നത്. ഈ പാട്ട് കേൾക്കും മനസ്സിലാവും. ഓക്കെ മോളെ, All the best. ഓൾ ദ താങ്ക് ബെസ്റ്റ്. യു സാർ. ഓൾ ദി ബെസ്റ്റ്. All the താങ്ക് യു best. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ് മോളെ, വെരി ഗുഡ് വെരി ഗുഡ്. സെബക്കുട്ടി എന്തോ സർ? അസലായിട്ട് പാടി മോളെ, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. കാരണം ആ പാട്ടിന് ഞാൻ ഉദ്ദേശിച്ച കുറേ ഭാഗങ്ങളുണ്ട്. അത് മോക്ക് വരുമോന്ന് എനിക്ക് സംശയം. നനനാരീരി അവിടൊക്കെ നല്ല മണി പോലെ പാടി. ഇത് ഒറിജിനൽ പിച്ചല്ലേ ഇത്? അല്ല, കൂട്ടിയിട്ടുണ്ട്. കൂട്ടി. വേണമെങ്കിൽ മോക്കൊരു ഹാഫ് നോട്ടൂടെ കൂട്ടാരെന്ന് തോന്നുന്നു എനിക്ക്, കുറച്ചുകൂടെ പ്രസൻസ് വന്നതിന്. അത് എനിക്കൊന്ന് ഒരു കേൾക്കാൻ വേണ്ടിയിട്ടാണേ. അത് പാടിക്കേ. അമ്മ നിന്നെ താമരക്കുമ്പിളിൽ തേനൂട്ടാനായി വന്നോട്ടെ, തിന്നലായി ചെറുതൊട്ടിലാട്ടി മതിയാവോളം കണ്ടോട്ടെ. അമ്മ നിന്നെ താമരക്കുമ്പിളിൽ തേനൂട്ടാനായി വന്നോട്ടെ, തൂവലായി നിൻ കിളുന്തുമേൽ തഴുകാനരികെ അവിടൊക്കെ നിന്നോട്ടെ. തഴുകാനരികിൽ അവിടെ കുറച്ച് ആ ഒരു ഗ്ലൈഡ് കൊടുക്കാം. പിന്നെ ആ ഭാഗം കേൾക്കാനാ ഞാൻ പറഞ്ഞു സംഗതിയുടെ. അമ്പലപ്പുഴ നട തന്നിൽ പൈമ്പാൽ നീതിച്ച് പൊന്നേ നിന്നെ ഞാൻ ചോദിച്ചു, ചെങ്കതളിപ്പൂ പോലെ പണ്ടേ നീ എന്റെ കുഞ്ഞായി തീരാൻ മോഹിച്ചു, കാണേ കാണേ കരളിനുള്ളിൽ കനവിൽ നിന്നെ ലാളിച്ചു, ഏതോ പുണ്യം ഏതോ അതെ ഏതോ പുണ്യം പുലരും പോലെ ഉയിരായി വന്നു പിറന്നു നീ. വെരി ഗുഡ്. വെരി ഗുഡ്. മോളിതി പാടായിരുന്നു കേട്ടോ. ബട്ട് അതർവൈസ് ഐ ലൈക്ക് ഇറ്റ്. ഒരു വരി വിട്ടുപോയി അല്ലേ ലാസ്റ്റില്? അത് തൂവലായിക്ക് തെന്നലായി പാടി. അത് കുഴപ്പമില്ല, നമുക്ക് പാടിപ്പോയാൽ മതിയായിരുന്നു. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സെബ എന്താ സർ? അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത് കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു, ചില ഭാഗങ്ങളിലെല്ലാം വളരെ നല്ല ഫീലോടുകൂടി പാടി. പിന്നെ എനിക്ക് തോന്നിയത് ഏതോ ജന്മം ശ്രീകുട്ടങ്ങൾ പാടിപ്പിച്ചപ്പോൾ പറ്റിയ പോലെ തന്നെ അവിടെ ചെറുതായിട്ട് നിർത്താനുണ്ടായിരുന്നു. അതിന് മുമ്പിലത്തെ കാണേ കാണേ ബെസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ചരണത്തിലും വളരെ നന്നായിട്ട് വന്നു. ആ ഏതോ ജന്മം മാത്രം കുറച്ച് പെർഫെക്റ്റ് ആവാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സൂപ്പർ, അടിപൊളി. Thank you, sir. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സർ. സെബക്കുട്ടി, എന്താ ഞാനും എന്തോ പെട്ടെന്ന് വല്ലാണ്ട് വേറൊരു ഇതിലായി പോയി. പെട്ടെന്ന് MG സാർ ഇങ്ങനെ ചിത്ര ചേച്ചിക്ക് ഇങ്ങനെ ആ സമയത്ത് അയച്ചു കൊടുത്തു, 2 ദിവസം കഴിഞ്ഞ് പാടിയേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. വരികൾ വെച്ച് നോക്കിയാൽ എങ്ങനെ പാടും എന്നാണ്. രാജീവ് ആലുങ്കൽ എന്ന് പറഞ്ഞ ഗാനരചയിതാന് അയ്യോ വലിയൊരു നമസ്കാരം. കാരണം അത്രയ്ക്കൊന്നും അദ്ദേഹത്തിന് ഒരുപാട് പേരും പറയാറില്ല. രാജീവേട്ടൻ ഒത്തിരി നല്ല പാട്ടുകൾ എഴുതും, വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപാരമായിട്ട് എഴുതിയ പാട്ട് കേട്ടോ. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. നോക്കി, അമ്പലപ്പുഴ നട തന്നിൽ പൈമ്പാൽ നേദിച്ച് പൊന്നേ നിന്നെ ഞാൻ ചോദിച്ചു, ചെങ്കദളി പൂ പോലെ പണ്ടേ നീ എന്റെ കുഞ്ഞായി തീരാൻ മോഹിച്ചു, കാണേ കാണേ കരളിനുള്ളിൽ കനവിൽ നിന്നെ ലാളിച്ചു, ഏതോ ജന്മം പുലരും പോലെ മകളായി വന്നു പിറന്നു നീ. ഒരു വെരി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളിനെ അത്രയും ഡെപ്തായിട്ട് എഴുതാൻ പറ്റും. സെബക്കുട്ടി വളരെ സ്വീറ്റ് ആയിട്ട് നല്ല ആ വോയിസില് നല്ല സുഖത്തോടു കൂടി അത് പാടി, സ്വീറ്റ് വോയിസിൽ പാടി. നല്ല ഫീല് കിട്ടി കേട്ടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. So Sebakuti, we are giving you 99 out of 100. താങ്ക് യു സർ. ആട്ടി ഒരു ഫാദേഴ്സ് ഡേ പൂക്കുറ്റി. ഇതാദ്യമായിട്ടാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു കുട്ടി പാടുന്നത് ഈ 6 വർഷത്തിനിടയിൽ. ഞാൻ ആക്ച്വലി ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ, ഈ സെയിം രൂപത്തിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഉള്ള സത്യം പറയണോ? പക്ഷെ ഗംഭീര പാട്ടായിരുന്നു. അതെ. അപ്പൊ സെബക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് നൈറ്റ്.